ആരാധനയ്ക്ക് വേണ്ടി നമുക്ക് ഒരുങ്ങാം. ലോകമെമ്പാടുമുള്ള സഭ ഇന്ന് കർത്താവിൻ്റെ പുനരുത്ഥാനത്തിൻ്റെ സന്തോഷത്തിൽ ആരാധിക്കുന്നു. നമുക്ക് കൺവെൻഷനോട് ചേർന്ന് ഈ പന്തലിൽ ആരാധിപ്പാൻ ദൈവം തുണയ്ക്കുന്നു, സഹായിക്കുന്നു. നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. പന്തലിന് വെളിയിൽ നിൽക്കുന്ന ആളുകൾ ദയവായി ഉള്ളിലേക്ക് പ്രവേശിക്കണം. ഒരു ആരാധന ഭാവവും രൂപവും നിങ്ങൾക്കുണ്ടാവണം. ശ്രദ്ധയോടുകൂടെ, ഏകാഗ്രതയോടുകൂടെ, ഭക്തിയോടുകൂടെ, വിശ്വാസത്തോടുകൂടെ നമുക്ക് ഈ ആരാധനയിലേക്ക് പ്രവേശിക്കാം. ക്രിസ്തീയ കീർത്തനങ്ങൾ 17-ാമത്തെ ഗീതം, മന്നവനെ മഹോന്നത എന്ന ഗാനം. മന്നവനെ മഹോന്നത, നിന്നെ ഞങ്ങൾ വന്ദിക്കുന്നു. ഈ ധരയിൽ നീയൊഴിഞ്ഞില്ലാരുമേ, ഞങ്ങൾക്കാശ്രയമായി മേലിലും നീ മാത്രമേ. ഞങ്ങൾക്കാശ്രയമായി ദൂത സൈന്യം നിന്നെ നമിക്കുന്നു. പരിശുദ്ധ ദോഷികളാം ഞങ്ങളതിനുള്ളൂ. ഓർത്താൽ നിന്റെ നാമം ചൊല്ലിടാനും പോരായേ. ഓർത്താൽ നിന്റെ നാമം ചൊല്ലിടാനും തിരുമുൻപിൽ വണങ്ങുന്നു. മാരിപോലിന്നനുഗ്രഹം നൽകണം. സർവഭേദവും തീർത്തു നീ ഞങ്ങൾക്കാകണം. സർവഭേദവും തീർത്തു നീ ഞങ്ങൾക്കാകണം. നിന്നെ പോലോർ ധനമില്ല, നിന്നെ പോലോർ സുഖമില്ല. എന്നേക്കും നിൻമുഖത്തിൽ വാഴുവാൻ ദാസർക്കനുവാദം തന്നുമാവിൽ ചേരണം. ദാസർക്കനുവാദം തന്നുമാവിൽ ചേരണം. പൊന്നുനാഥ പൊന്നുനാഥ, നിൻമുഖം കണ്ടാനന്ദിപ്പാൻ സ്വർഗദേശത്തെന്നു വന്നു ചേർന്നിടും. ലോകസങ്കടങ്ങൾ ഒഴിഞ്ഞു വാഴുവാൻ. ലോകസങ്കടങ്ങൾ ഒഴിഞ്ഞു വാഴുവാൻ. ഭക്തന്മാരെ രാപ്പകൽ നാം തിരുമുൻപിൽ ആരാധിപ്പാൻ. എത്ര വേഗം വാനരാജ്യേ പോയിടാം. സർവസമ്മോദവും ലഭിച്ചെന്നും പാർത്തിടാം. സർവസമ്മോദവും ലഭിച്ചെന്നും പാർത്തിടാം. ദൈവത്തിൻ്റെ വലിയ കൃപയാലും കരുണയാലും ദൈവം നമ്മെ ഈ സാക്ഷ്യകൂടാരത്തിലേക്ക് കൂട്ടിവരുത്തിയിരിക്കുന്നു. ലോകമെമ്പാടുമുള്ള സഭാംഗങ്ങൾ ഈ ആരാധനയിൽ പങ്കെടുക്കുന്നു. അവരെയും
നിങ്ങളെയും സഭയ്ക്ക് വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യട്ടെ. ഓരോ ഞായറാഴ്ചയും ഉയർപ്പിൻ്റെ സന്ദേശമാണ് സഭയ്ക്ക് ലോകത്തോട് പറയാനുള്ളത്. ക്രൈസ്റ്റ് ഈസ് റിസൺ. ഉയർത്തുന്നതിൻ്റെ കർത്താവിൻ്റെ അനുഗ്രഹീതമായ സന്ദേശമാണ് നാം ഓരോ പ്രാവശ്യം ഗ്രഹിക്കുന്നത്. ഇന്നൊരു വലിയ ദിവസമാണ്, വലിയ നോമ്പ് ആരംഭിക്കുന്ന ദിവസം. ഈ 50 ദിവസം ഇനി കർത്താവിൻ്റെ കുരിശും മരണവും ഉയർപ്പും എന്താകുന്നു എന്ന് പഠിക്കുന്നതിനും വളരുന്നതിനും അതിൽ നിലനിൽക്കുന്നതിനും കുരിശിലൂടെ ലഭ്യമായ രക്ഷയെ അനുഭവമാക്കുന്നതിനും സഭ ഒരുക്കപ്പെടുന്ന നാളുകളാണ്. അനുതാപ ഹൃദയത്തോടുകൂടെ ദൈവസന്നിധിയിൽ വന്ന് രൂപാന്തരപ്പെടുവാൻ സഹായിക്കണം. ഇന്നത്തെ ആരാധനയുടെ പ്രധാന ചിന്താവിഷയം രൂപാന്തരപ്പെടുന്ന കർത്താവ് എന്നാണ്. കാനാവിലെ കല്യാണ വിരുന്ന് പറഞ്ഞ് പഠിച്ചും കൊണ്ടാണ് നാം ഇതിലേക്ക് പ്രവേശിക്കുന്നത്. രൂപാന്തരപ്പെടുത്തുന്ന കർത്താവ്, ഒരു കൺവെൻഷൻ രൂപാന്തരപ്പെടുത്തുന്നതാണ്. മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് സമൂഹത്തെയും ദേശത്തെയും തിരിക്കുന്ന ഏറെ അനുഗ്രഹീതമായ ഒരു അനുഭവം. ദൈവമേ, ഇന്നത്തെ ആരാധനയിൽ തിരുകൃപയും തിരുസാന്നിധ്യവും കൂടി ഞങ്ങൾ നിറച്ച് സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ മടക്കി അയക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നാം ഇന്നിവിടെ കൂടി വരുമ്പോൾ അനേക ക്രിസ്ത്യാനികളായ ആളുകളെ ഉപദ്രവിക്കുന്ന ഒരു കാലത്തിൽ, പീഡിപ്പിക്കുന്ന ഒരു കാലത്തിൽ ജീവിക്കുന്നു. പള്ളിയിൽ പോകാൻ മടിക്കുന്ന ഒരു കാലം, പള്ളിയിൽ പോകുന്നവരെ ഉപദ്രവിക്കുന്ന ഒരു കാലം. ദൈവമേ, ഈ ദുഷ്ടശക്തിയിൽ നിന്ന് നിൻ്റെ ജനത്തെ രക്ഷിക്കണമേ എന്നുള്ള പ്രാർത്ഥന നമുക്കെപ്പോഴും ഉണ്ടാവണം. ദൈവം കർത്താവ്, യേശു രക്ഷകൻ എന്നുള്ള വലിയ വിശ്വാസത്തിൽ അവനെ ആരാധിപ്പാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പരസ്യ ആരാധനക്രമത്തിൽ ആദ്യത്തെ പുറത്തൊരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന ചൊല്ലി നമുക്ക് ആരാധനയിലേക്ക് പ്രവേശിക്കാം. ദൈവമേ, നിൻ്റെ ഭവനത്തിലേക്ക് ഞാൻ പ്രവേശിച്ചു. നിൻ്റെ സിംഹാസനത്തിന് മുൻപാകെ ഞാൻ വന്ദിക്കുന്നു. സ്വർഗസ്ഥനായ രാജാവേ, നിനക്ക് വിരോധമായി ഞാൻ ചെയ്തു പോയ സകല പാപങ്ങളും ക്ഷമിക്കണമേ. ദൈവമേ, നീ ഏറ്റവും കരുണയുള്ളവനാകയാൽ മുടിയനായ പുത്രനെ കൈക്കൊണ്ടതുപോലെ എന്നെ കൈക്കൊണ്ട് എന്നോട് കരുണ ചെയ്യണമേ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആകാശവും ഭൂമിയും തൻ്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ നമസ്കാരം ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. സൃഷ്ടിതാവേ, നിനക്ക് സ്തുതി. സ്വർലോകത്തിൽ ഇരുന്നരുളും ദേവാ, ഞങ്ങളുടെ താതാ, നിന്നോടെ തിരുരാജ്യം വന്നിടണമേ. ഈ ഉലകിൽ വേണ്ടും ഞങ്ങൾക്ക് അരുളണമേ നീ കർത്താവേ. പരീക്ഷയിലെങ്ങനെയാക്കരുതേ, ദുഷ്ടനിൽ നിന്നോഴിവാക്കുക നീ.
ഭാഗ്യം നൽകുന്നവയും പ്രകാശം നിറഞ്ഞിരിക്കുന്നതുമായ എൻ്റെ രശ്മികളാൽ ഞങ്ങളുടെ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള നിൻ്റെ ഉയർപ്പിൻ്റെ ഈ ദിവസത്തിൽ ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. നിൻ്റെ കർത്തൃത്വത്തിൻ്റെ ഉദയത്താൽ ഞങ്ങളെ ആനന്ദിപ്പിക്കണമേ. ഞങ്ങളുടെ ജീവൻ്റെ പ്രത്യാശയും ഞങ്ങളുടെ ആത്മാക്കളുടെ രക്ഷിതാവുമായി ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മശിഹായെ നിൻ്റെ കൃപയുടെ സഹായങ്ങൾ കൊണ്ട് ഞങ്ങളെ തുണയ്ക്കുകയും ചെയ്യണമേ. ദൈവമേ, നിന്റെ കൃപയിൻ പ്രകാരം എന്നോട് കരുണ ചെയ്യണമേ. നിന്റെ കരുണകളുടെ ബഹുത്വ പ്രകാരം എൻ്റെ പാപങ്ങൾ മായിച്ചു കളയണമേ. എന്തെന്നാൽ എൻ്റെ അതിക്രമങ്ങളെ ഞാൻ അറിയുന്നു, എൻ്റെ പാപങ്ങളും എപ്പോഴും എൻ്റെ മുൻപാകെ ഇരിക്കുന്നു. നിന്റെ സോഫ കൊണ്ട് എൻ്റെ മേൽ തളിക്കണമേ. ഞാൻ നിർമ്മലനാകും, അതിനാൽ എന്നെ നീ വെളുപ്പിക്കണമേ. ഉറച്ച മഞ്ഞിനേക്കാൾ ഞാൻ വെണ്മയുള്ളവനാകും. എൻ്റെ ദൈവമേ, നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ. സ്ഥിരമായ ഒരു ആത്മാവിനെ എൻ്റെ ഉള്ളിൽ പുതുക്കണമേ. നിന്റെ രക്ഷയും ആനന്ദവും എനിക്ക് തിരിച്ചു തരണമേ. മഹത്വമുള്ള നിന്റെ റൂഹ എന്നെ താങ്ങുമാറാകണമേ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. തന്നെ ആമേൻ. അനുതാപത്തിൻ്റെ മൂന്നാമത്തെ അപേക്ഷ. നമുക്കൊന്നിച്ച് അനുതാപ ഹൃദയത്തോടുകൂടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, ഞങ്ങളിൽ ജീവശ്വാസോദയ സൃഷ്ടാവേ, പരിശുദ്ധ താല്പര്യങ്ങളെയും ചിന്തകളെയും ഞങ്ങൾ പുലർത്തുന്ന പ്രിയനാഥ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ ബഹുവിധ പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ചെയ്യേണ്ടത് ചെയ്യാതെയും ചെയ്യരുതാത്തത് ചെയ്തും ഞങ്ങൾ നിന്നെ ദുഃഖിപ്പിച്ചു. ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ വിചാരങ്ങളെയും ആഗ്രഹങ്ങളെയും പ്രയത്നങ്ങളെയും വിശദീകരിക്കണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളെ പ്രകാശിപ്പിച്ച് അപ്രത്യക്ഷവും നിത്യവുമായ യാഥാർത്ഥ്യങ്ങളെ കണ്ടുഗ്രഹിപ്പാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ഞങ്ങൾ വരുത്തേറ്റുപറഞ്ഞ പാപങ്ങൾ ഞങ്ങളുടെ മേലിനി അധികാരം നടത്തുകയില്ല എന്ന ഉറപ്പ് ഞങ്ങൾക്ക് തരണമേ. അങ്ങനെ ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവർക്കുള്ള ഭാഗ്യാവസ്ഥകൾ അനുഭവിച്ച് നിന്നെ പ്രസാദിച്ചുള്ള പുണ്യവാന്മാരോടും പുണ്യവതികളോടും കൂടെ നിത്യമോക്ഷാനന്ദത്തിന് ഞങ്ങളെ അർഹരാക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ യേശുമിശിഹാ നിമിത്തം ഞങ്ങളോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. പാപികളോട് കരുണയുള്ളവനായ ദൈവമേ, നിന്റെ ന്യായവിധിയിൽ ഞങ്ങളോട് കരുണ ചെയ്യണമേ. നിന്റെ ഭക്തവാത്സല്യത്തിന്റെ ആധിക്യ നിമിത്തം ഞങ്ങളുടെ കുറ്റങ്ങൾ ക്ഷമിക്കണമേ. കരുണയുള്ളവനെ, ഞെരുങ്ങിയിരിക്കുന്നവരായി ഞങ്ങൾ നിന്റെ വാതിലിൽ മുട്ടുന്നു. നിന്റെ അനുഗ്രഹത്താൽ ഞങ്ങളുടെ യാചനകൾ നൽകണമേ. കുറ്റം ചെയ്തു പോയവർ തിരിഞ്ഞ് സങ്കടത്തോട് പ്രാർത്ഥിച്ചാൽ അവർക്ക് നീ അനുഗ്രഹങ്ങൾ നൽകുന്നവനാകിയാൽ കരുണാപൂർണനായ യേശു മിശിഹായേ, ഞങ്ങൾക്കും അനുഗ്രഹങ്ങളുടെ വാതിൽ നീ തുറന്നു തരണമേ. സ്വർഗസ്ഥനായ പിതാവേ, നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ശുശ്രൂഷ കൈക്കൊണ്ട് ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. വിളിപ്പീൻ, ഞാൻ ഉത്തരം പറയുമെന്നും മുട്ടുവീൻ, ഞാൻ തുറക്കുമെന്നും ചോദിപ്പീൻ, ഞാൻ തരുമെന്നും അരുളി ചെയ്തവന് സ്തുതി. ഞങ്ങളുടെ ശുശ്രൂഷ കൈക്കൊണ്ട് ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചൊരിയണമേ. ആമേൻ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ദൈവമേ നിനക്ക് സ്തുതി. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ദൈവമേ നിനക്ക് സ്തുതി. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ദൈവമേ നിനക്ക് സ്തുതി. എന്റെ ദേഹി കർത്താവിനെ പുകഴ്ത്തുന്നു. എന്റെ ആത്മാവ് രക്ഷിതാവായ ദൈവത്തിൽ സന്തോഷിച്ചു. എന്തെന്നാൽ ശക്തനായവൻ വലിയ കാര്യങ്ങളെങ്കിൽ പ്രവർത്തിച്ചു. അവന്റെ നാമം പരിശുദ്ധവുമാകുന്നു. അവൻ തന്റെ ഭുജം കൊണ്ട് ജയമുണ്ടാക്കി ഹൃദയവിചാരത്തിൽ അഹങ്കാരികളായവരെ ചിതറിച്ചു. അവൻ വിശപ്പുള്ളവരെ നന്മകൾ കൊണ്ട് സമ്പൂർണരാക്കി
ധനവാന്മാരെ വെറുതെ അയച്ചു. അവന്റെ ദാസനായ ഇസ്രായേലിനെ സഹായിക്കുകയും ദാനപ്രഭുവിനോടും അവന്റെ സേവകരോടുമായി നമ്മുടെ പിതാക്കന്മാരോട് പ്രകാരം എന്നേക്കും തന്നെ ഓർക്കുകയും ചെയ്തു. പാറിക്കുമോ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമേൻ. സാരാംശത്തിൽ ഏകമായിരിക്കുന്ന ശക്തിയും പിതാവും പുത്രനും പരിശുദ്ധ റൂഹായും എന്ന 3 ആളത്വങ്ങളുള്ളവനുമായി സത്യ ഏക ദൈവമായുള്ളവേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. ആമേൻ. 150-ാം മസ്മൂർ. കർത്താവിന് അവന്റെ വിശുദ്ധ മന്ദിരത്തിൽ സ്തുതിപ്പീൻ, അവന്റെ ശക്തിയുടെ ആകാശവിധാനത്തിൽ അവനെ സ്തുതിപ്പീൻ. അവന്റെ വല്ലഭത്തിൽ അവനെ സ്തുതിപ്പീൻ, അവന്റെ ശ്രേഷ്ഠതയുടെ ബഹുലപ്രകാരം അവനെ സ്തുതിപ്പീൻ. കാഹള ശബ്ദം കൊണ്ട് അവനെ സ്തുതിപ്പീൻ, തന്തുനികൾ കൊണ്ടും കിന്നരങ്ങൾ കൊണ്ടും അവനെ സ്തുതിപ്പീൻ. തപ്പുകൾ കൊണ്ടും ചതുരത്തപ്പുകൾ കൊണ്ടും അവനെ സ്തുതിപ്പീൻ. ഇമ്പമുള്ള വീണകൾ കൊണ്ടും അവനെ സ്തുതിപ്പീൻ. നാദമുള്ള കൈത്താളങ്ങൾ കൊണ്ടും അവനെ സ്തുതിപ്പീൻ. ഉച്ചനാദത്താലും ആർപ്പുവിളിയാലും അവനെ സ്തുതിപ്പീൻ. ജീവനുള്ളതൊക്കെ കർത്താവിനെ സ്തുതിക്കട്ടെ. ദൈവമേ, സ്തുതിക്ക് യോഗ്യമാകുന്നു. പാർക്കുമോ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി. തൃത്വത്തിനു സ്തുതി, തൃത്വത്തിനു സ്തുതി. സ്തുതിക്കപ്പെട്ടതും സ്വയംഭൂവായതും ആദിയും അന്തവുമില്ലാത്തതുമായ തൃത്വത്തെ ഞങ്ങളും സ്തുതിക്കുന്നു. മാലാഖമാരുടെ സ്തുതി ഗീതമായിട്ടുള്ളത് 1, 3 ചരണങ്ങൾ. പാപികളും േട്ടവരാം ദൂതരെ പോ സ്തുതി ചെയ്തിടുന്നു. എല്ലായ്പ്പോഴും ഉന്നതനാം ദേവാ, സമാധാനവിണക്കം മർത്യർക്കെല്ലാം. ദൈവമേ, ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ. വിശുദ്ധാത്മാവോടു കൂടെ ക്രിസ്തേശുവേ, പാവായുടെ ഏകസുതനാം ദേവാദി ദൈവമേ, ദൈവസുതനേ, വചനസ്വരൂപാ, കന്മഷമെല്ലാം ഒഴിച്ചോനെ തിരുചെവി ചായ്ച്ച് അനുഗ്രഹിക്കാനീമേ. ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ. ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ സർവശക്തിയുള്ള കർത്താവേ, എല്ലാ കാലവും എല്ലാ സമയവും ഞങ്ങളുടെ ആയുസ്നാളൊക്കെ നിന്നെ ഞങ്ങൾ വാഴ്ത്തുകയും എന്നേക്കും വാഴ്ത്തപ്പെടുന്നതും നിത്യത്വമുള്ളതുമായ നിന്റെ പരിശുദ്ധ നാമത്തെ ഞങ്ങൾ സ്തുതിക്കുകയും ചെയ്യും. ദൈവമായ കർത്താവേ, നീ വാഴ്ത്തപ്പെട്ടവനാകുന്നു. തിരുനാമം സ്തുതിക്കപ്പെട്ടതും എന്നേക്കും സ്തുതികളാൽ പ്രബലപ്പെട്ടതുമാകുന്നു. സകലത്തിൻ്റെയും ദൈവവും സത്യത്തിൻ്റെ പിതാവുമായവനെ, ഏകപുത്രനോടും ജീവനുള്ള വിശുദ്ധ റൂഹായോടും കൂടി സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. സ്തുതി നിനക്ക് ചേർച്ചയാകുന്നു. സർവകാലവും പുകഴ്ച നിനക്ക് ന്യായവുമാകുന്നു. ആമേൻ. ഓർ
തമ്പുരാനീശോ മശിഹായേ നിന്നനുഗ്രഹവാരിൽ ഞങ്ങൾക്കെതിരായ ഒരു നാളും അയച്ചിടരുതേ. നാഥ ഞങ്ങൾ പാപികളെ നേറ്റിടുന്നു, നിന്നനുഗ്രഹമേങ്ങൾ മേ ചൊരിഞ്ഞിടണമേ. മരണത്താൽ ഞങ്ങളുടെ മരണം മാഞ്ഞു പോവാൻ നിൻ സ്നേഹം നിന്നെ ഇറക്കി കൊണ്ടുവന്നു. കർത്താവേ നിൻ അനുഗ്രഹമേ ഞങ്ങളുടെ മേൽ പൊഴിക്കണമേ എന്നും എന്നേക്കും. ആമേൻ. ദയവായി എല്ലാവർക്കും ഇരിക്കാം. ഇപ്പോൾ ഒന്നാമത്തെ പാഠം വായിക്കും, അതിനുശേഷം ഒരു സങ്കീർത്തനം വായിക്കും, അതിനുശേഷം രണ്ടാമത്തെ പാഠം വായിക്കും, തുടർന്ന് കൺവെൻഷൻ ഗീതങ്ങൾ 47-ാമത്തെ ഗീതം പാടും. ഒന്നാം പാഠമായി യെഹെസ്കേൽ പ്രവാചകൻ്റെ പുസ്തകം 36-ാം അധ്യായം 24 മുതൽ 36 വരെ. യെഹെസ്കേൽ 36, 24 മുതൽ 36 വരെ. ഞാൻ നിങ്ങളെ ജാതികളുടെ ഇടയിൽ നിന്ന് കൂട്ടി സകല ദേശങ്ങളിൽ നിന്ന് നിങ്ങളെ ശേഖരിച്ച് സ്വന്തം ദേശത്തേക്ക് വരുത്തും. ഞാൻ നിങ്ങളുടെ മേൽ നിർമ്മലജലം തളിക്കും, നിങ്ങൾ നിർമ്മലരായിത്തീരും. ഞാൻ നിങ്ങളുടെ സകല മന്യതകളെയും സകല വിഗ്രഹങ്ങളെയും നീക്കി നിങ്ങളെ നിർമ്മലീകരിക്കും. ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും, പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും. കല്ലായുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസമായുള്ള ഹൃദയം നിങ്ങൾക്ക് തരും. ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിൽ ആക്കി നിങ്ങളെ എൻ്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും. നിങ്ങൾ എൻ്റെ വിധികളെ പ്രമാണിച്ച് അനുഷ്ഠിക്കും. ഞാൻ നിങ്ങളുടെ പിതാക്കന്മാർക്ക് കൊടുത്ത ദേശത്ത് നിങ്ങൾ പാർക്കും. നിങ്ങൾ എനിക്ക് ജനമായും ഞാൻ നിങ്ങൾക്ക് ദൈവമായും ഇരിക്കും. ഞാൻ നിങ്ങളുടെ സകല മലിനതകളും നീക്കി നിങ്ങളെ രക്ഷിക്കും. ഞാൻ നിങ്ങളുടെ മേൽ ക്ഷാമം വരുത്താതെ ധാന്യം വിളിച്ചു വരുത്തി വർദ്ധിപ്പിക്കും. നിങ്ങൾ ഇനിമേൽ ജാതിയുടെ ഇടയിൽ ക്ഷാമത്തിന് നിന്ന അനുഭവിക്കാതിരിക്കേണ്ടതിന് ഞാൻ വൃക്ഷങ്ങളുടെ ഫലവും നിലത്തിൻ്റെ വിളവും വർദ്ധിപ്പിക്കും. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ദുർമാർഗങ്ങളെയും നന്നല്ലാത്ത പ്രവൃത്തികളെയും ഓർത്ത് നിങ്ങളുടെ അകൃത്യങ്ങൾ നിമിത്തവും മ്ലേച്ഛതകൾ നിമിത്തവും നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ വെറുപ്പ് തോന്നും. നിങ്ങളുടെ നിമിത്തമല്ല ഞാനിത് ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് ബോധ്യമായിരിക്കട്ടെ എന്ന് യഹോവയായ കർത്താവ് അരുളി ചെയ്യുന്നു. ഇസ്രായേൽ ഗൃഹമേ, നിങ്ങളുടെ ദുർനടപ്പ് നിമിത്തം ലജ്ജിച്ച് നാണിപ്പിൻ. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു: ഞാൻ നിങ്ങളുടെ അകൃത്യങ്ങളൊക്കെയും നീക്കി നിങ്ങളെ നിർമ്മലീകരിക്കുന്ന നാളിൽ നിങ്ങളുടെ പട്ടണങ്ങളിൽ ഞാൻ ആളെ പാർപ്പിക്കും. ശൂന്യസ്ഥലത്തു നിങ്ങളെയും പണിയും. വഴിപോകുന്ന ഏവരുടെയും കാഴ്ചയ്ക്ക് ശൂന്യമായി കിടന്നിരുന്ന ദേശത്തെ കൃഷി നടക്കും. ശൂന്യമായി കിടന്നിരുന്ന ദേശം ഏദൻ തോട്ടം പോലെയായി തീർന്നുവല്ലോ. പാഴും ശൂന്യമായി ഇടിഞ്ഞു കിടന്നിരുന്ന പട്ടണങ്ങൾ ഉറപ്പും നിവാസികളും ഉള്ളവ ആയിത്തീർന്നുവല്ലോ എന്ന് അവർ പറയും. ഇടിഞ്ഞു കിടന്നിരുന്ന പട്ടണങ്ങളെ യഹോവയായ ഞാൻ പണിതു. ശൂന്യപ്രദേശത്ത് നടുത്തല ഉണ്ടാക്കി എന്ന് നിങ്ങളുടെ ചുറ്റും ശേഷിച്ചിരിക്കുന്ന ജാതികൾ അന്ന് അറിയും. യഹോവയായ ഞാൻ അരുളി ചെയ്തിരിക്കുന്നു, ഞാൻ നിവർത്തിക്കുകയും ചെയ്യും. ഇവിടെ പാഠം അവസാനിച്ചു.
122 സങ്കീർത്തനം. യഹോവയുടെ ആലയത്തിലേക്ക് നമുക്ക് പോകാം എന്ന് അവർ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. യെരൂശലേമേ, ഞങ്ങളുടെ കാലുകൾ നിന്റെ വാതിലുകൾക്കകത്ത് നിൽക്കുന്നു. തമ്മിൽ ഇണക്കിയ നഗരമായി പണിതിരിക്കുന്ന യെരൂശലേമേ, അവിടേക്ക് ഗോത്രങ്ങൾ യഹോവയുടെ ഗോത്രങ്ങൾ തന്നെ ഇസ്രായേലിന് സാക്ഷ്യത്തിനായി യഹോവയുടെ നിമിത്തം സ്തോത്രം ചെയ്യുവാൻ കയറി ചെല്ലുന്നു. അവിടെ ന്യായാസനങ്ങൾ ദാവീദ് ഗൃഹത്തിൻ്റെ ന്യായാസനങ്ങൾ തന്നെ ഇരിക്കുന്നു. യെരൂശലേമിൻ്റെ സമാധാനത്തിനായി പ്രാർത്ഥിപ്പിൻ. നിന്നെ സ്നേഹിക്കുന്നവർ സ്വൈരമായിരിക്കട്ടെ. നിന്റെ കൊത്തളങ്ങളിൽ സമാധാനവും നിന്റെ അരമനകളിൽ സ്വൈരവും ഉണ്ടാകട്ടെ. എൻ്റെ സഹോദരന്മാരും കൂട്ടാളികളും നിമിത്തം നിന്നിൽ സമാധാനമുണ്ടാകട്ടെ എന്ന് ഞാൻ പറയും. നമ്മുടെ ദൈവമായ യഹോവയുടെ ആലയം നിമിത്തം ഞാൻ നിന്റെ നന്മ അന്വേഷിക്കും. രണ്ടാം പാഠഭാഗമായി അപ്പോസ്തലനായ പൗലോസ് റോമർക്കെഴുതിയ ലേഖനം 11 അധ്യായം 33 മുതൽ 12 അധ്യായം 1-2 വാക്യങ്ങൾ. റോമർ 11:33 മുതൽ 12:1-2. ദൈവത്തിൻ്റെ ധനം, ജ്ഞാനം, അറിവ് എന്നിവയുടെ ആഴമേ, അവൻ്റെ ന്യായവിധികൾ എത്ര അപ്രമേയവും അവൻ്റെ വഴികൾ എത്ര അഗോചരവുമാകുന്നു. കർത്താവിൻ്റെ മനസ്സ് അറിഞ്ഞവൻ ആർ? അവന് മന്ത്രിയായിരുന്നവൻ ആർ? അവന് വല്ലത് മുൻപേ കൊടുത്തിട്ട് പ്രതിഫലം വാങ്ങുന്നവൻ ആർ? സകലവും അവനാൽ നിന്നും അവനാലും അവങ്കിലേക്കുമാകുന്നുവല്ലോ. അവന് എന്നേക്കും മഹത്വം. ആമേ. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സലു ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിക്കുവിൻ. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. ഇവിടെ 1-2 പാഠഭാഗങ്ങൾ അവസാനിച്ച് ഈ വചനങ്ങൾ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സാദരം സ്തുതി സ്തോത്രം എന്നും ചൊല്ലുന്നേ.
ചൊല്ലുന്നേ. നല്ല ദേവനേ, ഞങ്ങൾ എല്ലാവരെയും നല്ലതാക്കി നിന്നിഷ്ടത്തെ ചൊല്ലിടേണമേ. നല്ലതാക്കി നിന്നിഷ്ടത്തെ ചൊല്ലിടേണമേ. പരിശുദ്ധാത്മാവിന് വേണ്ടിയുള്ള അപേക്ഷയിൽ മൂന്നാമത്തെ പ്രാർത്ഥന. സകല ഹൃദയങ്ങളെ ശോധന ചെയ്യുന്നതിനും പരിശുദ്ധനും വിശുദ്ധിയുള്ളവരോട് അനുകൂലനും പാപങ്ങളെ ക്ഷമിക്കുന്നതിനുമായ കർത്താവേ, തിരുസന്നിധിയിൽ നിൽപ്പാൻ ഞങ്ങൾ അയോഗ്യരാകുന്നു എന്നും നിങ്ങളിലേക്ക് അടുത്തു വരുവാനും നിന്റെ കർത്തൃത്വത്തിൻ്റെ മഹാസന്നതിൽ വായി തുറപ്പാനും ഞങ്ങൾക്ക് ധൈര്യമില്ലെന്നും നീ അറിയുന്നുവല്ലോ. ഇത് നിമിത്തമായി തിരുഹിതം പോലെ നിന്നെ വന്ദിപ്പാൻ നിന്റെ കരുണയുടെ ആധിക്യം കൊണ്ട് ഞങ്ങളെ യോഗ്യരാക്കണമേ. താഴ്മയുള്ളവരെ സ്നേഹിക്കുന്ന ദൈവം നീയാകയാൽ ഞങ്ങളുടെ കുറ്റങ്ങൾ ക്ഷമിച്ച് ഈ സമയത്ത് അനുഗ്രഹങ്ങളും കൃപയും കണ്ടെത്തുവാൻ ഞങ്ങളെ അർഹരാക്കണമേ. നിന്റെ വിശുദ്ധരുഹായാൽ ഞങ്ങൾ ശക്തി പ്രാപിച്ച് നിനക്ക് ഇഷ്ടമുള്ളവരായിരിക്കാൻ വിശുദ്ധ സ്ലീഹന്മാർക്ക് നീ അയച്ച പ്രകാരം നിന്റെ വിശുദ്ധിയുടെ ഔന്നത്യത്തിൽ നിന്ന് അവൻ്റെ ശക്തിയെ ഞങ്ങൾക്ക് അയച്ചു തരണമേ. കർത്താവേ, നീ തിരിഞ്ഞ് ഞങ്ങളെ അനുഗ്രഹിച്ച് കാത്തുകൊള്ളണമേ. ഞങ്ങളുടെ ആത്മാക്കളുടെ പുണ്യവും പ്രത്യാശയുടെ ശരണവും കണ്ണുകൾക്ക് പ്രകാശവും ജീവൻ്റെ ഉടയവനും നീയാകയാൽ കുറ്റമറ്റ ജീവിതം ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളെല്ലാവരും ഏക ശരീരമായിരിക്കാനും നിൻ്റെ ഇഷ്ടമായ പരിശുദ്ധന്മാരോടുകൂടെ ഞങ്ങൾക്ക് ഓഹരി ലഭിപ്പാനും നിൻ്റെ വിശുദ്ധ കൃപയാൽ ഞങ്ങളുടെ ആത്മാക്കളെയും ശരീരങ്ങളെയും ശുദ്ധീകരിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധ റുഹായുമായ ദൈവമേ, സ്തുതിയും സ്തോത്രവും ബഹുമാനവും എന്നേക്കും നിനക്ക് യോഗ്യമായിരിക്കുന്നു. ആമേൻ. സകലത്തിൻ്റെയും ഉടയവനായ ഞങ്ങളുടെ പിതാവായ ദൈവമേ, ഈ സമയത്തോളം ഞങ്ങളെ ക്ഷേമത്തോടെ കൊണ്ടുവന്നിരിക്കുന്നതിനായി നിനക്ക് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. നിന്റെ കരുണയാൽ ഇന്നേ ദിവസം പാപവും ആപത്തും കൂടാതെ ഞങ്ങളെ കാത്ത് നീതിയിൽ ഞങ്ങളെ പാലിച്ചുകൊള്ളണമേ. കർത്താവേ, ഞങ്ങളുടെ ശരണം നിന്നിൽ മാത്രമാകിയാൽ നിന്റെ പ്രീതി വാത്സല്യവും ആർദ്രകരണയും ഞങ്ങളുടെ മേലുണ്ടായിരിക്കണമേ. നീ കൃപയുള്ള കർത്താവാകിയാൽ നിന്റെ പ്രമാണങ്ങളുടെ വഴി ഞങ്ങളെ പഠിപ്പിച്ച് അതിൽ ഞങ്ങളെ നടത്തണമേ. പരിശുദ്ധനായ കർത്താവേ, നിന്റെ പ്രകാശത്താൽ ഞങ്ങളെ പ്രകാശിപ്പിക്കണമേ. ഇന്നേ ദിവസം ഞങ്ങൾക്ക് ആവശ്യമുള്ള സകല നന്മകളും ഞങ്ങളുടെ മേൽ വർഷിക്കുകയും ചെയ്യണമേ. സ്തുതിയും ബഹുമാനവും ആധിപത്യവും നിനക്ക് യോഗ്യമായിരിക്കുന്നു, ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. ആമേൻ. മൂന്നാം ഞായറാഴ്ചത്തെ ആരാധന 38-ാമത്തെ പുറം. നാം എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും അപേക്ഷിക്കണം. സ്തുതിയും സ്തോത്രവും തേജസ്സും പുകഴ്ചയും മാഞ്ഞു പോകാത്ത നല്ല മഹിമയും കാലമൊക്കെ നിരന്തരം കരയേറ്റുവാൻ ഞങ്ങൾ യോഗ്യരായി തീരണമേ. മഹത്തായ സ്ലീബായുടെ ബലത്താൽ തിരുസഭയെ വീണ്ടെടുക്കുകയും രക്ഷാകരമായ ഉയർത്തുന്നേൽപ്പിനാൽ സ്വന്തം അവകാശത്തെ ആട്ടിൻകൂട്ടത്തെ സന്തോഷിപ്പിക്കുകയും വിശുദ്ധ സമാധാനത്താൽ ശിഷ്യരെ സമാധാനപ്പെടുത്തുകയും മഹത്വ ദർശനത്താൽ സ്ലീഹരെ ഉറപ്പിക്കുകയും ചെയ്ത രക്ഷതാവായ മശിഹാ തമ്പുരാന് പ്രാർത്ഥനാ ശുശ്രൂഷയുടെ നേരത്തും നമ്മുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനം വന്നു യോഗ്യമാകുന്നു. ഹോശോ വബകുലസ്ബാലോൽമീൻ. സാക്ഷാൽ തേജസ്വരൂപനായ ദൈവമേ, നിന്റെ പ്രത്യക്ഷതയാൽ സൃഷ്ടിയെ നീ പ്രകാശിപ്പിച്ചു. നിന്റെ വരവിനാൽ മരണമുള്ളവരായി ഞങ്ങളെ നീ രക്ഷിച്ചു. അദൃശ്യനായ ഞങ്ങളുടെ കർത്താവേ, നിന്റെ കൃപയാൽ ഞങ്ങളെ രക്ഷിപ്പാനും ജീവിപ്പിക്കുവാനുമായി തത്വഭേദം വരാതെ നീ മനുഷ്യനായി അവതരിച്ചു. നിന്റെ മുഖശോഭയാൽ മരണത്തിൻ നിഴലിൽ താഴ്വരെ നീ പ്രകാശിപ്പിച്ചു. നിന്റെ കബറടക്കത്താൽ ഞങ്ങളുടെ കബറടക്കം നീ പ്രത്യാശാപൂർണമാക്കി തീർത്തു. നിന്റെ ഈർപ്പിനാൽ ഞങ്ങളെ നീ ജീവിപ്പിച്ചു. നിന്റെ ജയത്താൽ ഞങ്ങളെ വീഴ്ചയിൽ നിന്ന് നീ എഴുന്നേൽപ്പിച്ചു. നിന്റെ മഹാത്മ്യത്താൽ ഞങ്ങളുടെ ബലഹീനത നീ നീക്കിത്തന്നു. ആകയാൽ ഞങ്ങളുടെ മിശിഹാ തമ്പുരാനെ, ഞങ്ങളുടെ രക്ഷയ്ക്കായി നീ സാധിച്ചു തന്നിട്ടുള്ള വിവിധ സഹായങ്ങൾ നിമിത്തം സ്തുതിയുടെ ശബ്ദം ഉയർത്തി നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് യുദ്ധം ചെയ്യുന്ന ദൃശ്യരും അദൃശ്യരുമായ സകല ശത്രുക്കളിൽ നിന്നും ഞങ്ങളെ നീ വിടുവിച്ച് രക്ഷിക്കണമേ. രക്ഷയുടെ ശ്രേഷ്ഠമായ പരിചയം ഞങ്ങൾക്ക് നീ നൽകണമേ.
കരുണയും സഹായവും നിറഞ്ഞിരിക്കുന്ന നിന്റെ ബലമുള്ള വലം കൈയാൽ ഞങ്ങളെ നീ കാത്തുകൊള്ളണമേ. നിനക്ക് പ്രസാദകരമായ വിശുദ്ധിയുള്ള അവസാനത്തിലേക്ക് ഞങ്ങളെ അടുപ്പിക്കുകയും ചെയ്യണമേ. നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ കരേറ്റും ആയത് ഇപ്പോഴും ഇപ്പോഴും തന്നെ. ഒന്നാം നാൾ ഉഷസിൽ താൻ മഹത്വത്തോടെ കബറിൽ നിന്നുയർത്തു സ്വർഗേറിയദൂതർ തേജസ്സാൽ കുഴലൂതി വലഭാഗേ താൻ ഇരിക്കയിൽ സാപ്പകളാം ദൂതർ തന്നെ വന്ദിച്ചു. മാലാഖ കബറിൻ മുദ്രകളെ തകർത്തതിന്റെ കല്ലുരുട്ടിക്കുടനെ ഭൂലോകുയർത്തെഴുന്നേൽപ്പും ജീവനും അറിയിച്ചു ആരയ്ക്കുമോ. ഗാഗുൽത്തായുടെ മുകളിൽ യാഗമായി അർപ്പിക്കപ്പെടുകയും കുരിശിലെ മരണത്താൽ ലോകത്തിൻ്റെ അകൃത്യത്തെ പരിഹരിക്കുകയും ചെയ്ത പാപപരിഹാര ബലിയും നിരപ്പുണ്ടാക്കുന്ന ധൂപവുമായ കർത്താവേ, നിന്റെ മനുഷ്യ സ്നേഹത്താൽ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ. നിന്റെ ബഹുമാനത്തിൻ്റെ മഹാപരിശുദ്ധ സ്ഥലത്തേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കുമാറാകണമേ. ഞങ്ങളുടെ കർത്താവും ദൈവവുമേ, നിന്റെ കാരുണ്യത്താൽ ഞങ്ങളുടെ കുറ്റങ്ങൾക്ക് ക്ഷമയും പാപങ്ങൾക്ക് മോചനവും നൽകണമേ. നിന്റെ നാമമഹത്വത്തിന് ഉതകത്തക്ക വിധത്തിൽ ഞങ്ങളുടെ ജീവിതം ശരിപ്പെടുത്തുവാൻ ഞങ്ങൾക്ക് നീ സഹായിക്കുകയും ചെയ്യണമേ. ആമേൻ. 42-ാം പുറത്തുള്ള ഗീതം. ദൈവജാതനെ നിന്നുയിർപ്പാൽ സഭയെ വീണ്ടോനേ നിൻയോജ്യതയരുളി ക്രൂശാലതിനെ കാത്തിടേണമേ. മൃത്യു ഏറ്റമല്ലൻ ക്രൂശിൽ നിദ്ര കൊണ്ടു മൂന്നാം നാൾ താനുണർന്നു. ബലവാൻ താൻ ഉയർത്തെഴുന്നു തേജസ്സോടെ. കബറിനുൾ വസിച്ച പിൻ കഷ്ടകൾ നീങ്ങിപ്പോ. പരിശ്രാന്തൻ ശിക്ഷകളാൽ നാശം കാണാതുയർത്തു. ശക്തിയാൽ തൻ സുതനെ ഉയർപ്പിച്ച താതനും സ്തുതി തന്മാനസാലുയർത്ത പുത്രനും വന്ദനം. മൃതരിൻ്റെ തന്നെ മാനിച്ചാറുഹായിക്കും സ്തോത്രം. തൃത്വമാതാ ഏകനും വന്ദനം. വിണ്ണോർമോരിവരെ യോജിപ്പിച്ചോനേ നിൻ സ്വാസ്ഥ്യം തിരുസഭയ്ക്കരുളി. ശ്രീമായാൽ കാത്തിടണമേ. 32-ാം പുറത്തുള്ള ലുത്തിനെ. അത്യുന്നതങ്ങൾ കർത്താവിന്റെ തിരുനാമം എന്നേക്കും വാഴ്ത്തപ്പെട്ടതാകുന്നു. വിശുദ്ധിയും മഹത്വമുള്ള ത്രിത്വമേ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം അരുളേണമേ.
വിശുദ്ധി മാത്രം നിർത്തുമേ. ദയതോ ഞങ്ങളുടെ മേൽ അനുഗ്രഹം അരുളണമേ. നീ എന്നേക്കും വിശുദ്ധിയും മഹത്വമുള്ളവൻ ആകുന്നു. നീ എന്നേക്കും വിശുദ്ധിയും മഹത്വമുള്ളവനാകുന്നു. നീ വിശുദ്ധിയുള്ളവനാകുന്നു. നിന്റെ തിരുനാമം എന്നേക്കും വാഴ്ത്തപ്പെട്ടതാകുന്നു. ഞങ്ങളുടെ കർത്താവേ നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവേ നിനക്ക് സ്തുതി. എന്നേക്കും ഞങ്ങളുടെ ശരണവുമേ നിനക്ക് സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ട സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടകളും ആവശ്യങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കാതെ ഞങ്ങളെ ദുഷ്ടനിലൂടെ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. സത്യവിശ്വാസികൾക്ക് ബലമുള്ള കോട്ടയും പിശാചുക്കൾക്ക് ഭയങ്കരമായതും മാലാഖമാർക്ക് ബഹുമാനമുള്ളതുമായ ദൈവത്തിൻ്റെ പന്ത്യമായ ശ്ലീബ രാപ്പകൾ നമ്മെ കാത്തു മറച്ചുകൊള്ളുമാറാകട്ടെ. ദുഷ്ടമനുഷ്യൻ്റെ കോപത്തിൽ നിന്നും പിശാചുക്കളുടെയും അവിശ്വാസികളുടെയും അസൂയയിൽ നിന്നും ഉപദ്രവകരമായ അധികാരങ്ങളിൽ നിന്നും കരുണയില്ലാത്ത യജമാന്മാരുടെ കൈകളിൽ നിന്നും രഹസ്യവും പരസ്യവുമായ സകല ശത്രുക്കളിൽ നിന്നും സാത്താൻ്റെ ഗണിയിൽ നിന്നും ആത്മാവിനെയും ശരീരത്തെയും ക്ലേശിപ്പിക്കുന്ന ദുർവികാരങ്ങളിൽ നിന്നും പാപത്തിൻ്റെ എല്ലാ ശക്തിയിൽ നിന്നും കർത്താവ് നമ്മെ വിടുവിച്ച് വീണ്ടെടുത്ത് നമ്മുടെ ആയുഷ്കാലം മുഴുവൻ നമ്മെ പരിപാലിക്കുമാറാകട്ടെ. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിനാൽ നിങ്ങളേവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആത്മീയമായ ശുശ്രൂഷയിൽ പ്രാർത്ഥനയോടെ വന്ന് സംബന്ധിക്കുന്ന നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ത്രിയേക ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും നമ്മോടുകൂടി ഇരുന്ന് ഉന്നതമാത്തിന് സിംഹാസനത്തിന് മുൻപാകെ കേൾക്കുകയും കൈക്കൊള്ളുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ.